വെൽക്കം. ഇത് എം.എൻ. ഫോക്സ് എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ സമ്മറിയാണ്. സമ്പത്ത് സൃഷ്ടിക്കാനുള്ള ഒരു താക്കോലാണ് ഈ പുസ്തകം. ഈ പുസ്തകം മുഴുവൻ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് അത് പ്രവാഹമായി മാറും. ബൈബിളിലെ ഓരോ താളിലും മിക്കവരും കാണാത്ത ഒരു രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് കേവലം ചരിത്രപരമായ വിവരണങ്ങളുടെയോ ധാർമ്മിക ഉപദേശങ്ങളുടെ ഒരു പുസ്തകം മാത്രമല്ല. സൃഷ്ടി, പ്രകടനം, അതായത് മാനിഫെസ്റ്റേഷൻ, സമൃദ്ധി എന്നിവയുടെ ഉറവിടത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരു കോഡ് ചെയ്ത ഭൂപടമാണ്. സമൃദ്ധി എന്നത് തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ചു പേർക്ക് മാത്രം നീക്കിവെച്ചിട്ടുള്ള ഒരു പ്രതിഫലമല്ല, അത് ഒരു ആത്മീയ തത്വമാണ്. നിങ്ങളുടെ മനസ്സിൽ ഉണർത്താൻ കാത്തിരിക്കുന്ന മാറ്റമില്ലാത്തൊരു നിയമമാണ്. നിങ്ങളുടെ ബോധമനസ്സിൻ്റെ പാത്രം വികസിപ്പിക്കാനും ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും കുറവുകളിൽ നിന്ന് അവകാശബോധത്തിലേക്ക് മാറാനും നിങ്ങൾ പഠിക്കുമ്പോൾ ദൈവം കേവലം അനുഗ്രഹം നൽകുക മാത്രമല്ല ചെയ്തെന്ന് നിങ്ങൾ കണ്ടെത്തും. അവിടെ തന്നെയാണ് ആ വിതരണം. സത്യത്തിൽ ആ അനുഗ്രഹം ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്ന ചാനലാണ് നിങ്ങൾ. ആത്മീയ സമൃദ്ധി. ആത്മീയ സമൃദ്ധിയുടെ ആമുഖ പ്രഖ്യാപനം ഇതാണ്. ബൈബിളിലെ ഓരോ താളിലും മറിഞ്ഞിരിക്കുന്ന ഒരു കോഡുണ്ട്. ആ കോഡിനുള്ളിൽ മാറ്റമില്ലാതെ ഒരു വാഗ്ദാനം നിലനിൽക്കുന്നുണ്ട്. ഈ വാഗ്ദാനം ഒരു രാജ്യത്തിനോ ഒരു കാലഘട്ടത്തിനോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ പ്രത്യേക വിഭാഗത്തിനോ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നില്ല. അത് മനുഷ്യരാശിയുടെ മുഴുവൻ പൊതുവായ അവകാശമായി നിലകൊള്ളാൻ എഴുതിയതാണ്. എന്നിട്ട് നൂറ്റാണ്ടുകളായി ആളുകൾ പലപ്പോഴും ആശ്വാസത്തിനായിട്ട് ബൈബിളിലേക്ക് എത്തിച്ചിരുന്നു. രക്ഷയ്ക്കായി പ്രാർത്ഥിക്കാനും പ്രത്യാശിക്കാനും വേണ്ടിയാണ്. എന്നാൽ സൃഷ്ടി, മാനിഫെസ്റ്റേഷൻ, സമൃദ്ധി എന്നിവയുടെ നിയമങ്ങൾ എൻകോഡ് ചെയ്യപ്പെട്ട ഒരു ആത്മീയ ഭൂപടം കൂടിയാണ് അത് തിരിച്ചറിഞ്ഞവർ വളരെ കുറവാണ്. ഉപമങ്ങളുടെയും സങ്കീർത്തനങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ആഴങ്ങളിൽ സമൃദ്ധിയുടെ അനന്തമായ പ്രവാഹം തുറന്നുവിടാൻ കഴിവുള്ള ആത്മീയ സൂത്രവാക്യങ്ങളും ശക്തിയുടെ പ്രഖ്യാപനങ്ങളും അതിൽ ഒളിച്ചിരിക്കുന്നു. പ്രശ്നമെന്തെന്നാൽ മിക്കവരും ബൈബിളിനെ ഉപദേശങ്ങളുടെയും ധാർമ്മികതയുടെയും ഒരു ശേഖരമായി മാത്രം കണക്കാക്കുന്നു. ഒരിക്കലും മനസ്സിൻ്റെ സൃഷ്ടിപരമായ ശക്തികളുടെ ഒരു രൂപരേഖയായിട്ട് കണ്ടിട്ടില്ല. സമൃദ്ധി എന്നത് ദൈവം ഒരാൾക്ക് തോന്നിയ പോലെ നൽകുകയും മറ്റൊരാൾക്ക് തടഞ്ഞു വയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഫലമല്ല. അത് ഗുരുത്വാകർഷണം അല്ലെങ്കിൽ പ്രകാശം പോലെ പക്ഷാപാതമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സമ്പൂർണ്ണ തത്വമാണ്. ദൈവം നിങ്ങളോട് പെരുകാനും ഭൂമിയിൽ നിറഞ്ഞ് അതിന്മേൽ ആധിപത്യം സ്ഥാപിക്കാനും പറയുന്നു. അത് അവ്യക്തമായ ഒരു അനുഗ്രഹമായിരുന്നില്ല, മറിച്ച് ഒരു ശാശ്വതമായ കൽപ്പനയായിരുന്നു. സൂര്യൻ വിവേചനമില്ലാതെ പ്രകാശിക്കുന്നത് പോലെ സമൃദ്ധിയുടെ പ്രവാഹം എന്നേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥ ചോദ്യം ദൈവം നൽകുമോ എന്നതല്ല, മറിച്ച് അത് സ്വീകരിക്കാൻ നിങ്ങൾ ഹൃദയം തുറക്കുന്നുണ്ടോ എന്നതാണ്. ബോധമനസ്സിൻ്റെ പാത്രം ഭയം കൊണ്ടും കുറവുകൾ കൊണ്ടും ചുരുങ്ങിയാൽ കൃപയുടെ സമുദ്രം വിശാലമാണെങ്കിലും ഏതാനും തുള്ളികൾക്ക് മാത്രമേ പ്രവേശിക്കാൻ കഴിയൂ. എന്നാൽ വിശ്വാസം കൊണ്ടും സമ്പത്തിൻ്റെ ചിത്രങ്ങൾ കൊണ്ടും അനന്തമായ ജീവൻ്റെ ഉറവിടങ്ങളിലൂടെ ഒഴുകുന്നു എന്ന ആഴമായ അവബോധം കൊണ്ടും മനസ്സ് വികസിക്കുമ്പോൾ പാത്രം വലുതാകുകയും ജലം കവിഞ്ഞൊഴുകുകയും ചെയ്യുന്നു. സമൃദ്ധി ഒരു ആത്മീയ നിയമമാണെന്നും ബാങ്കുകൾക്കോ കമ്പോളങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗമിക ശക്തിക്കോ വിധേയമല്ലാത്തൊരു നിയമമാണെന്നും അന്തിമമായി ഉറപ്പിച്ചു പറയാൻ സമയമായി. സ്വർണം, വെള്ളി, ജോലി, സ്വത്തുക്കൾ എന്നിവയെല്ലാം മനസ്സിൻ്റെ ആഴത്തിൽ വേരൂന്നിയ അദൃശ്യമായ ഒരു കാരണത്തിൻ്റെ താൽക്കാലിക രൂപങ്ങൾ മാത്രമാണ്. ബോധമനസ്സ് തന്നെയാണ് എല്ലാത്തിൻ്റെയും ഉറവിടം. ഈ തത്വം മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആർക്കും രൂപാന്തരീകരണത്തിൻ്റെ സാക്ഷ്യം വഹിക്കേണ്ടി വരും. കാരണം ദൈവം മനുഷ്യനെ ഒരിക്കലും പോരായ്മയോടെയല്ല സൃഷ്ടിച്ചത്. അവിടുന്ന് ആത്മാവിനെയും കുറവിൻ്റെ അവസ്ഥയിൽ ഈ ലോകത്ത് അയച്ചിട്ടില്ല. പൂർണ്ണമായ സ്നേഹത്തിലും ജ്ഞാനത്തിലുമാണ് അവിടുന്ന് മനുഷ്യവർഗത്തെ രൂപപ്പെടുത്തിയത്. അതിനർത്ഥം സമൃദ്ധമായ പ്രവാഹത്തിൻ്റെ പൂർണ്ണമായ അവകാശം അവിടുന്ന് ഇതിനകം നൽകിയിട്ടുണ്ടെന്നാണ്. ജീവിതത്തിലേക്ക് നോക്കുക. അനന്തമായി അധ്വാനിക്കുകയും എന്നാൽ തങ്ങൾക്ക് കുറവുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഭാഗ്യവാന്മാരായി തോന്നുകയും എന്നാൽ എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യുന്നവരുമുണ്ട്. കാരണം പുറം ലോകത്തല്ല, അതിൻ്റെ കാരണം ഉപബോധ മനസ്സിൻ്റെ പാത്രത്തിലാണ്. സ്വയം ചെറുതാണെന്ന് കാണുന്നവർ, ജീവിതം ഒരു പോരാട്ടമാണെന്ന് കാണുന്നവർ, വിഭവങ്ങൾ പരിമിതമാണെന്ന് വിശ്വസിക്കുന്നവർ, അവരുടെ വിശ്വാസം തന്നെ അവരുടെ യാഥാർത്ഥ്യമായി മാറുന്നു. എന്നാൽ തങ്ങൾ സൃഷ്ടാവിൻ്റെ മക്കളാണെന്ന് അറിയുന്നവർ, തങ്ങൾക്കുള്ളിലെ ജീവൻ അക്ഷയമാണെന്ന് വിശ്വസിക്കുന്നവർ, അവരാണ് സമൃദ്ധി ഒഴുകുന്ന ചാനലായി മാറുന്നത്. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ അവയെ പണ്ടത്തെ വിദൂര കഥകളായി കാണുന്നു നിർത്തുക. ഓരോ വരിയും സമൃദ്ധിയുടെ വാതിലുകൾ തുറക്കുന്ന കോഡാണെന്നതുപോലെ ഒരു പുതിയ കണ്ണോടെ അവ വായിക്കുക. ഓരോ ഉപമയും മനസ്സിനുള്ള സൂത്രവാക്യമാണ്. ഓരോ സങ്കീർത്തനവും സമ്പൂർണമായ സമൃദ്ധിയുടെ ഒരു സ്ഥിരീകരണമാണ്. ഓരോ അത്ഭുതവും ഭൗതിക ലോകത്തിൽ പോലും ആത്മീയ നിയമം പ്രവർത്തിക്കുന്നതിൻ്റെ തെളിവാണ്. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ് എന്ന് യേശു പ്രഖ്യാപിച്ചപ്പോൾ സമൃദ്ധിയുടെ വേര് പുറത്തല്ല, ആത്മാവിൻ്റെ ഉള്ളിലാണെന്ന് അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. നിങ്ങളുടെ മനസ്സിന് തോട്ടമായിട്ട് സങ്കല്പിക്കുക. അതിൽ ഭയം, താരതമ്യം, അസൂയ എന്നിവയുടെ വിത്തുകൾ പാകിയാൽ
അതിൽ കുറവുകളുടെയും ഉത്കണ്ഠയുടെയും മുള്ളുകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ നിങ്ങൾ വിശ്വാസത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും വിത്തുകൾ നട്ടാൽ നിങ്ങൾക്ക് സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും വിളവെടുപ്പുകൾ ലഭിക്കും. വിതയ്ക്കുന്നതും കൊയ്യുന്നതും ഉള്ള നിയമം, ദ ലോ ഓഫ് ഹാർവെസ്റ്റിംഗ്, ദൈവം പ്രപഞ്ചത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അതാർക്കും മാറ്റാൻ കഴിയില്ല. അതിനാൽ നിങ്ങളുടെ മനസ്സിൽ സമൃദ്ധിയുടെ ചിത്രം വയ്ക്കുക. നിങ്ങളത് യഥാർത്ഥത്തിൽ ശേഖരിക്കും. ആത്മീയ സമൃദ്ധിയെക്കുറിച്ചുള്ള ആമുഖ പ്രഖ്യാപനം ഇതാണ്: മനുഷ്യൻ ദാരിദ്ര്യവും ഇല്ലായ്മയും സഹിക്കാൻ വേണ്ടി ജനിച്ചവനല്ല, മറിച്ച് കവിഞ്ഞൊഴുകുന്ന വിതരണത്തിൻ്റെ ചാനലായി സേവിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ഓരോ തീരുമാനത്തിലും ഓരോ ചിന്തയിലും നിങ്ങൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കിലും വീണ്ടും നോക്കുക. കാരണം ഓരോന്നും നിങ്ങൾ ബോധമനസ്സിൻ്റെ വയലിൽ നടുന്ന വിത്താണ്. ഒരു വിത്തും ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. സംസാരിക്കുന്ന ഓരോ വാക്കും ഒരു സ്പന്ദനം സജ്ജമാക്കുന്നു. മനസ്സിൽ സൂക്ഷിക്കുന്ന ഓരോ ചിന്തയും ഭാവിയെ രൂപപ്പെടുന്നു. അതിനാൽ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമോ എന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങളുടെ മനസ്സിൻ്റെ പാത്രം വലുതാകുന്നുണ്ടോ എന്ന് ചോദിക്കുക. കൂടുതൽ വേണ്ടി അപേക്ഷിക്കുന്നതിന് പകരം കൂടുതൽ സ്വീകരിക്കാൻ വേണ്ടി വിശാലമായി നിങ്ങളുടെ മനസ്സ് തുറക്കും. ഉത്കണ്ഠയുടെ ഇരുട്ടിലിരിക്കുന്നതിന് പകരം വിശ്വാസത്തിൻ്റെ വിളക്ക് കൊളുത്തുക. സമൃദ്ധി നാളെയെ കാത്തിരിക്കുന്നില്ല, അതിപ്പോഴിവിടെയുണ്ട്. നിങ്ങൾ അതിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ മാത്രമായി കാത്തിരിക്കുകയാണ്. തിരുവെഴുത്തുകൾ എഴുതപ്പെട്ടിരിക്കുന്നു, വാഗ്ദാനം നൽകിയിരിക്കുന്നു. നിയമം ഇതിനകം പ്രവർത്തിക്കുന്ന ബാക്കിയൊരു ചോദ്യമാണ്: നിങ്ങൾ വിശ്വസിക്കാൻ, നിങ്ങളുടെ ഹൃദയം തുറക്കാൻ, ആ ദിവ്യമായ അവകാശം ലഭിച്ചവനെ പോലെ പ്രവർത്തിക്കാൻ ധൈര്യപ്പെടുന്നുണ്ടോ എന്നതാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ലോകം തന്നെ മാറും. നിങ്ങൾ ഇനിയൊരു ഭിക്ഷക്കാരനെ പോലെ ജീവിക്കുകയില്ല, മറിച്ച് സമൃദ്ധിയുടെ ഒരു കാര്യസ്ഥനായി ജീവിക്കും. നിങ്ങളിനി പുറത്തു നിന്നുള്ള അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കുകയില്ല, മറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ അത്ഭുതത്തിൻ്റെ ജീവനുള്ള സാക്ഷ്യമായി മാറും. ഇതാണ് സമൃദ്ധിയുടെ ആമുഖ പ്രഖ്യാപനം. സമൃദ്ധി ഒരു ശാശ്വത തത്വമാണ്, ഒരാകസ്മിക പ്രതിഫലനമല്ല. അതെപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ സന്നിഹിതമായിരുന്നു. ഇന്ന് നിങ്ങളത് അവകാശപ്പെടാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ബോധമനസ്സിൻ്റെ നിയമത്തിൽ വിതരണം കാരണമല്ല, അത് ഫലമാണ്. അത് ബാങ്കുകളിൽ നിന്നോ നിങ്ങളുടെ കൈവശമുള്ള പണത്തിൽ നിന്നോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അനിശ്ചിതമായ ക്രമീകരണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്നതല്ല. അത് ഉപബോധ മനസ്സിൻ്റെ നേരിട്ടുള്ള പ്രവർത്തനമായി മാത്രമേ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. ഇതൊരു ലളിതമായ സത്യമാണ്, എന്നിട്ടും വളരെ കുറച്ചു പേർ മാത്രം നേരിടാൻ ധൈര്യപ്പെടുന്നൊരു സത്യമാണിത്. പുറമേയുള്ളത് എപ്പോഴും അകമേയുള്ളതിനെ പ്രതിഫലിക്കുന്നു. ലോകം അപര്യാപ്തമായതുകൊണ്ടല്ല കുറവ് നിലനിൽക്കുന്നു, മറിച്ച് മനുഷ്യൻ്റെ ബോധമനസ്സിൻ്റെ പാത്രം സ്വീകരിക്കാൻ കഴിയാത്ത വിധം ചെറുതായതുകൊണ്ടാണ്. ഒരു നദിയിൽ നിന്നൊരു കപ്പിന് ഒരു നിശ്ചിത അളവ് വെള്ളം മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ. നദി വറ്റിപ്പോയതുകൊണ്ടല്ല, മറിച്ച് കപ്പിൻ്റെ സ്വന്തം പരിമിതി കാരണമാണ്. ഒരാൾക്ക് കൂടുതൽ വേണമെങ്കിൽ അവർ നദിയോട് വർധനവിനായി യാചിക്കുന്നു, അവർ പാത്രം വലുതാക്കുന്നു. പ്രപഞ്ചം ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ബോധമനസ്സാണ് പാത്രം. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ സൂക്ഷിക്കുന്ന ചിത്രമാണ്. പണം, മൂല്യം, യോഗ്യത എന്നിവയെക്കുറിച്ച് നിങ്ങൾ പോഷിപ്പിക്കുന്ന വിശ്വാസങ്ങൾ ഇവയാണ് നിങ്ങളുടെ പാത്രത്തിൻ്റെ രൂപമുണ്ടാക്കുന്നത്. നിങ്ങൾ ഭയത്തിൽ ജീവിക്കുമ്പോൾ, വിഭവങ്ങൾ പരിമിതമാണെന്ന് വിശ്വസിക്കുമ്പോൾ, നിങ്ങളുടെ സ്വന്തം കഴിവുകളിൽ സംശയിക്കുമ്പോൾ, പാത്രം ഒരു ചെറിയ പാത്രത്തിൻ്റെ വലിപ്പത്തിലേക്ക് ചുരുങ്ങുന്നു. ഒപ്പം ദിവ്യ നിയമം ആ ചട്ടക്കൂടിനുള്ളിൽ കൃത്യമായി പ്രവർത്തിക്കുന്നു. എന്നാൽ നിങ്ങൾ വിശ്വാസം വികസിപ്പിക്കുമ്പോൾ, ദൈവം അനന്തമായ ഉറവിടമാണെന്ന ചിന്തയാൽ നിങ്ങളുടെ മനസ്സിനെ നിറയ്ക്കുമ്പോൾ, നിങ്ങൾക്ക് ഉപേക്ഷിക്കപ്പെടാൻ കഴിയില്ലെന്ന സത്യത്തിലേക്ക് നിങ്ങൾ ഉണരുമ്പോൾ, പാത്രം വലുതാകുകയും നദി അതിനെ നിറയ്ക്കാൻ കുതിച്ചെത്തുകയും ചെയ്യുന്നു. ഉറവിടം കുറഞ്ഞുപോയി എന്നതല്ല ഒരിക്കലും സംഭവിക്കുന്നത്, അതെല്ലായ്പ്പോഴും സ്വീകാര്യതയുടെ അളവാണ്. ക്ഷേത്രം 86 എന്ന സ്ഥലത്തെ ഒരു കൂട്ടായ്മയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ തകർന്ന ഒരു മനുഷ്യനെ ഞാൻ ഒരിക്കൽ കണ്ടു. അയാൾ പണം തേടിയല്ല വന്നത്, അയാൾ വെളിച്ചം തേടിയാണ് വന്നത്. ഞങ്ങൾ അയാൾക്ക് സുവർണ്ണ താക്കോൽ എന്നറിയപ്പെടുന്ന ഒരൊറ്റ രീതി നൽകി: പ്രശ്നത്തിൽ മുഴുകരുത്, ദൈവത്തിൽ മുഴുകുക. കുറവിനെക്കുറിച്ച് ചിന്തിക്കരുത്, ഉറവിടത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് ഞങ്ങൾ അവനോട് പറഞ്ഞു. ഉത്കണ്ഠ ഉണ്ടാകുമ്പോഴെല്ലാം ഉടൻ തന്നെ അവൻ തൻ്റെ ചിന്ത മാറ്റണം. ദൈവം മാത്രമാണ് ഒരേ ഒരു വിതരണം എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കണം. കുറച്ച് ദിവസങ്ങളുടെ പരിശീലനത്തിനുള്ളിൽ അവനൊരിക്കലും സങ്കല്പിക്കാത്ത ഒരു പരിഹാരം നൽകിക്കൊണ്ട് അപ്രതീക്ഷിതമായ ഒരു അവസരം അവന് ലഭിച്ചു. ഇത് യാദൃശികമായൊരു അത്ഭുതമായിരുന്നില്ല, മറിച്ച് പ്രവർത്തനത്തിലുള്ള നിയമമായിരുന്നു. പാത്രം മാറിയിരുന്നു, അതിനാൽ ഉള്ളടക്കവും തൽക്ഷണവും മാറി. തോമസ് ട്രോവാർഡ് ഒരിക്കൽ പറഞ്ഞു: സൃഷ്ടാവിൻ്റെ ഒഴുക്കൊരിക്കലും നിൽക്കുന്നില്ല, അത് തടസ്സമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കലും നിലയ്ക്കുന്നില്ല. അത് പ്രകടമാകുന്നില്ലെങ്കിൽ കുറ്റം ഉറവിടത്തിൻ്റെയില്ല, മറിച്ച് സ്വീകരണത്തിൻ്റെ വാതിൽ നാം അടയ്ക്കുന്നതിലാണ്. സംശയം കൊണ്ടും താഴ്ന്ന നിലവാരത്തിലും നിങ്ങൾ അയോഗ്യനാണെന്നുള്ള വിശ്വാസത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ എത്ര തവണ നിങ്ങൾ സ്വയം പ്രവാഹത്തിൽ നിന്ന് അടച്ചു പൂട്ടിയിട്ടുണ്ടെന്ന് ചിന്തിക്കുക. പ്രപഞ്ചം നിങ്ങളെ ഒരിക്കലും നിഷേധിക്കുന്നില്ല, നിങ്ങൾ മാത്രമാണ് നിങ്ങൾക്കെതിരായി തടസ്സം സ്ഥാപിക്കുന്നത്. എൻ്റെ സുഹൃത്തെ, ഞാനിവിടെ ഒന്ന് നിർത്തി നിങ്ങളോട് ഒരു ഒറ്റക്കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ബോധമനസ്സിൻ്റെ പാത്രത്തിൻ്റെ രൂപം ഇപ്പോൾ എന്താണ്? നാളത്തെ അനിശ്ചിതത്വത്തിൽ വിറയ്ക്കുന്ന ഒരു ദുർബലമായ ഒരു ചെറിയ കപ്പാണോ, അതോ ഒരു നദി പോലെയാണോ?
ഈ ചോദ്യം കേവലം കേൾക്കാനുള്ളതാണ്, മറിച്ച് ഉള്ളിൽ ശ്രദ്ധിക്കാനുള്ളതാണ്. നിങ്ങളുടെ പാത്രം ചെറുതാണെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ അത് വിധി പ്രഖ്യാപനമല്ല, അതൊരവസരമാണ്. എല്ലാ പാത്രങ്ങൾക്കും വികസിക്കാൻ കഴിയും. ആരും കുറവിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരില്ല. ഈ നിമിഷം നിങ്ങൾ ഈ സത്യം ശ്രദ്ധിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥമായ സാന്നിധ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. കാരണം നിങ്ങളുടെ ഈ അവബോധ മാറ്റത്തിൻ്റെ ആഗ്രഹവും പ്രവാഹവും പുറത്തുവിടാൻ തയ്യാറാണെന്നുള്ള ഒന്നാമത്തെ സൂചനയാണിത്. കൂടുതൽ ചോദിക്കുന്നതിനേക്കാൾ ശക്തമാണ് കൂടുതലായിത്തീരുക എന്ന് ബോധമനസ്സിൻ്റെ പാത്രത്തിൻ്റെയും നിയമം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ വെള്ളത്തിനായി ആരും പിന്നാലെ പോകേണ്ടതില്ല. അവർക്ക് വേണ്ടതൊരു വലിയ പാത്രമായി മാറാൻ മാത്രമാണ്. നിങ്ങൾക്ക് വലിയ സമ്പത്ത് വേണമെങ്കിൽ ചിന്തയിൽ സമ്പന്നരാകുക. നിങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യം വേണമെങ്കിൽ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന ഒരാളുടെ ചിത്രം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നേടുക. നിങ്ങൾക്ക് വലിയ സ്നേഹം വേണമെങ്കിൽ സ്നേഹം നിങ്ങളിലൂടെ ഒഴുകാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയം വലുതാക്കുക. പ്രപഞ്ചമെല്ലായ്പ്പോഴും വിശ്വസ്തമാണ്. നിങ്ങളുടെ ചുണ്ടുകൾ യാചിക്കുന്നത് എന്താണെന്നല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സ് സത്യത്തിൽ വിശ്വസിക്കുന്നത് എന്താണെന്നാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്. ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എൻ്റെ പാത്രത്തിൽ എന്ത് രൂപമായിരിക്കണം? തുടർന്ന് ഉദാത്തമായ ചിന്തകൾ, നന്ദി, സമൃദ്ധി എന്നിവയുടെ പുതിയ ചിത്രങ്ങൾ നിങ്ങൾ അതിൽ സ്റ്റോർ ചെയ്യുക. സുവർണ്ണ താക്കോൽ പരിശീലിക്കുക. ഭയം അടുത്തെത്തുമ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സിനെ ദൈവത്തിലേക്ക് തിരിക്കുക. കാരണം ഉറവിടം ഒരിക്കലും നിലയ്ക്കുന്നില്ല. നിങ്ങൾ വാതിൽ തുറക്കണം എന്നത് മാത്രമാണ് ആവശ്യം. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ മുഴുവൻ നദി തന്നെ കാത്തിരിക്കുന്നുണ്ടല്ലോ എന്ന് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. ഇന്നു മുതലല്ല, ആദ്യം മുതലേ ഉറവിടത്തിൻ്റെ യഥാർത്ഥ ചിത്രം ദൈവം ഇഷ്ടം പോലെ നിധി വിതരണം ചെയ്യുന്ന വിദൂര സിംഹാസനത്തിലിരിക്കുന്ന ഒരു രാജാവല്ല, ദൈവം തന്നെയാണ് ആ വിതരണം. മതിയായതിൻ്റെ ശാശ്വത തത്വം. സൂര്യൻ പ്രകാശിക്കുമ്പോൾ അത് ഒരൊറ്റ കിരണം നൽകുകയും മറ്റൊരാൾക്ക് തടഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നില്ല. അതെന്താണോ അത് തന്നെയായി നിലനിൽക്കുന്നു. പ്രകാശത്തിൻ്റെ തുടർച്ചയായ പ്രവാഹമാണിത്. ദിവ്യമായ കാര്യത്തിലും അതങ്ങനെ തന്നെയാണ്. അവിടുന്ന് ഔദാര്യമായ സമ്പത്ത് വിതരണം ചെയ്യുന്നില്ല. അവിടുന്ന് ചലനത്തിലൂടെയുള്ള ഒരു സമൃദ്ധിയാണ്. ആ സമൃദ്ധിയുടെ ചാനലുകളായിരിക്കാൻ വേണ്ടിയാണ് നമ്മെ രൂപപ്പെടുത്തിയത്. കുറവ് ഒരിക്കലും ദൈവത്തിൻ്റെ സ്വഭാവമായിരുന്നില്ല. അത് അവിടുത്തേക്കുള്ളതല്ല, അത് അവിടുത്തെ പദ്ധതിയുമല്ല. അതൊരു ക്രൂരമായ പരീക്ഷണത്തിലേക്ക് അയക്കുന്നുമില്ല. കുറവ് എന്നത് അതിൻ്റെ അവകാശം മറന്നുപോയ മനുഷ്യൻ്റെ ബോധമനസ്സിൻ്റെ സന്തതി മാത്രമാണ്. തൻ്റെ പിതാവിൻ്റെ വീട്ടിൽ നിന്ന് അലഞ്ഞുതിരിഞ്ഞ് ദാരിദ്ര്യത്തിൽ ജീവിച്ച ധൂർത്തപുത്രനെ പോലെ നാമം പലപ്പോഴും ഇടുങ്ങിയതും പരിമിതമായ ഒന്നാണ് ജീവിതം എന്ന് വിശ്വസിച്ചിട്ടുണ്ട്. ഈ മറവി ഒരു മിഥ്യാലോകത്തെ സൃഷ്ടിക്കുന്നു. ഭൗതികമായ ഉറവിടമാണ് ശാശ്വതമെന്ന് മനുഷ്യർ സങ്കല്പിക്കുന്നു. ഭൗതികം വെറും ഫലം മാത്രമായിരിക്കുമ്പോൾ ഭൂമിയുടെ എല്ലാ ജീവജാലങ്ങളുടെയും മേൽ മനുഷ്യന് ആധിപത്യം നൽകിയെന്ന് ഉൽപ്പത്തി പ്രഖ്യാപിക്കുമ്പോൾ ആ കൽപ്പന ശക്തിയെക്കുറിച്ചായിരുന്നില്ല, മേധാവിത്വത്തെക്കുറിച്ചോ കൈവശം വയ്ക്കുന്നതിനെക്കുറിച്ചോ ആയിരുന്നില്ല. അത് ചിന്തയുടെ ക്രമത്തിലൂടെയുള്ള ഭരണത്തെക്കുറിച്ചായിരുന്നു. ഭരിക്കുക എന്നതിനർത്ഥം ശരിയായ ചിന്തയിലൂടെ, തത്വമായിട്ടുള്ള ചഞ്ചലമായ യോജിപ്പിലൂടെ ജീവിതത്തെ കീഴടക്കുക എന്നതാണ്. ചിന്തക്രമത്തിലാകുമ്പോൾ, ഉറവിടത്തിൻ്റെ പൂർണ്ണതയിലുള്ള വിശ്വാസത്തിൽ മനസ്സ് നിറയുമ്പോൾ ഭൗതിക ലോകം അനുസരിച്ചേ മതിയാവൂ. ഇതാണ് പ്രതിഫലന നിയമം. പ്രപഞ്ചം പുറത്തുനിന്ന് അകത്തേക്കല്ല നീങ്ങുന്നത്, മറിച്ച് അകത്തു നിന്നും പുറത്തേക്കാണ്. തെറ്റായ വിശ്വാസം ദൈവത്തെ വിദൂരനും കർക്കശക്കാരനും കോപത്തിനും ശിക്ഷയ്ക്കും കഴിവുള്ളവനും ഇഷ്ടം പോലെ നൽകാൻ തടഞ്ഞു വയ്ക്കുന്നതുമായ ഒരു വികലമായ ഒരു ചിത്രം നിർമ്മിച്ചിട്ടുണ്ട്. ഈ ചിത്രം ബോധമനസ്സിൻ്റെ ആഴത്തിൽ പതിയുമ്പോൾ അത് വിശ്വാസത്തെ തടസ്സപ്പെടുത്തുന്നു. ദൈവം ഏത് നിമിഷവും ഉപേക്ഷിക്കുമോ എന്ന് ഭയപ്പെടുന്നവൻ്റെ ഹൃദയത്തിൽ സമ്പത്തുണ്ടാകാൻ കഴിയില്ല. ജീവിതത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കായി പരക്കം പായണമെന്ന് വിശ്വസിക്കുന്ന ഒരു മനസ്സിൽ സമൃദ്ധി ഉണ്ടാക്കാൻ കഴിയില്ല. എന്നാൽ ഉറവിടത്തിൻ്റെ യഥാർത്ഥ ചിത്രം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ നാം ദൈവത്തെ കേവല സ്നേഹമായി, അക്ഷയമായ ഒരു തത്വമായി, ഒരു ശ്വാസത്തിലുള്ള മാറ്റമില്ലാത്ത സാന്നിധ്യമായി അറിയുമ്പോൾ വിശ്വാസം സ്ഥാപിതമാവുകയും ചെയ്യും. പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ശ്വാസം നൽകിയതെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള വേർതിരിവില്ലെന്ന് നിങ്ങൾ കാണും. നിങ്ങൾ ഒരു അപരിചിതൻ്റെ കയ്യിൽ നിന്ന് യാചിക്കുകയല്ല. നിങ്ങളുടെ സ്വന്തം ദിവ്യശക്തിയുടെ പ്രവാഹം സ്വയം പ്രകടിപ്പിക്കാൻ നിങ്ങളെ അനുവദിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ബോധമനസ്സിൽ നിന്ന് ഐക്യത്തിലേക്ക്, ഉപബോധ മനസ്സിലേക്കുള്ള മഹത്തായ ആത്മീയ മാറ്റമാണിത്. ചിന്ത കുഴപ്പത്തിലാകുമ്പോഴെല്ലാം ഉത്കണ്ഠ ആധിപത്യം സ്ഥാപിക്കുകയും ഭയം നിയന്ത്രണം ഏറ്റെടുക്കുകയും നിങ്ങൾ നിങ്ങളുടെ ആധിപത്യം പുറലോകത്തിന് കൈമാറുകയും ചെയ്യുന്നു. എന്നാൽ ആദിമ കൽപ്പന ശക്തിയിലൂടെയല്ല, മറിച്ച് ചിന്തയുടെ ക്രമത്തിലൂടെയാണ്. ആധിപത്യം തിരിച്ചുപിടിക്കാൻ നിങ്ങൾ വിളിക്കുന്നു. ഒരു മനസ്സ് തത്വമായി യോജിപ്പിക്കുമ്പോൾ ഓരോ ആശയവും ക്രമപ്പെടുത്തിയ സൃഷ്ടിയുടെ വിത്തായി മാറുന്നു. ഓരോ വയലിൽ നിന്നും എന്നതുപോലെ നിങ്ങൾ ക്രമം വിതച്ചാൽ നിങ്ങൾ സമാധാനവും സമൃദ്ധിയും കൊയ്യും. ഉറവിടത്തിൻ്റെ യഥാർത്ഥ ചിത്രത്തിൻ്റെ വ്യത്യാസം ഇതാണ്. ക്രമരഹിതമായ സാഹചര്യങ്ങളിലൂടെ ഒരു ശൃംഖലയായി ജീവിതത്തെ കാണുന്നതിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കും. ഓരോ സാഹചര്യത്തിനും പിന്നിലും മാറ്റമില്ലാത്തൊരു തത്വം പ്രവർത്തിക്കുന്നു. ആ ഉറപ്പ് നൽകുന്നു. ആ തത്വത്തിൽ നിങ്ങൾ വിശ്വസ്തത പുലർത്തുകയാണെങ്കിൽ ആരംഭം മുതൽ അനുവദിച്ച പൂർണ്ണമായ അവകാശം നിങ്ങൾ
ആസ്വദിക്കുന്നതിൽ നിന്ന് ഒന്നിനും നിങ്ങളെ തടയാൻ കഴിയില്ല. ദൈവം നൽകുകയും തിരിച്ചെടുക്കുകയോ ചെയ്യുന്നില്ല. പ്രതിഫലനമായിട്ടോ ശിക്ഷയായിട്ടോ അവിടുന്ന് ഒരു തുള്ളി പോലും അനുഗ്രഹങ്ങൾ അളന്നു നൽകുന്നില്ല. വറ്റാത്ത സമുദ്രം പോലെ അവിടുന്ന് സമൃദ്ധി തന്നെയാണ്. ഒരിക്കലും നിലയ്ക്കാത്ത പ്രകാശം പോലെ. ഒരു ദൈവത്തിൻ്റെ പിന്നാലെ പോയി യാചിക്കാൻ മനുഷ്യനെ ഉദ്ദേശിച്ചിട്ടില്ല. അവൻ തിരിച്ചു വരാനും താൻ ഇതിനകം അവകാശിയാണെന്ന് ഓർക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്നു. കുറവൊരു സ്വപ്നം മാത്രമാണ്. മറവിയിൽ നിന്ന് ജനിച്ചിരുന്നതിലാണ്. അതേസമയം സത്യം ആത്മാവിൻ ഇതിനകം നട്ടുവളർത്തിയ ശാശ്വത സമൃദ്ധിയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കി അവിടെ എന്ത് ചിന്തകളാണ് ഭരിക്കുന്നതെന്ന് കണ്ടെത്തുക. അത് വിശ്വാസത്തിൻ്റെ ക്രമമാണോ അതോ സംശയത്തിൻ്റെ കുഴപ്പമാണോ? ആധിപത്യം സാഹചര്യങ്ങളില്ല, മനസ്സിൽ തന്നെയാണ് കണ്ടെത്തുന്നത്. ദൈവം സംസാരിച്ചു. ആധിപത്യം സ്ഥാപിക്കുക, അതിനർത്ഥം നിങ്ങളുടെ ചിന്തയെ ഭരിക്കുക എന്നതാണ്. അകത്തുനിന്ന് നിങ്ങളുടെ ജീവിതം ഭരിക്കുക. നിങ്ങളുടെ അടിത്തറയിൽ ഉറച്ചു നിൽക്കുമ്പോൾ കുറവില്ലാതാകുകയും അനുഗ്രഹം നിങ്ങളെ വിട്ടുപോയിട്ടില്ലെന്നും അത് ഉറവിടത്തിൻ്റെ സത്യത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുക മാത്രമായിരുന്നു എന്ന് നിങ്ങൾ അറിയും. ഓൾ ദ ബെസ്റ്റ്.